ഇന്ത്യയെ പോലെ തന്നെ വലിയ ഒരു ക്രിക്കറ്റ് പാരമ്പര്യമുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ദേശീയ കായിക വിനോദവും ക്രിക്കറ്റ് തന്നെ. ഡോൺ ബ്രാഡ്മാനും റിക്കി പോണ്ടിങ്ങും ഉൾപ്പെടെയുള്ള ഇതിഹാസ താരങ്ങളെ സമ്മാനിച്ച രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ. ഇപ്പോഴിതാ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. ഓസ്ട്രേലിയൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം നായകൻ കൂടിയായ സ്മിത്ത് 2010 മെൽബണിൽ പാകിസ്ഥാനെതിരെ നടന്ന 2020 മത്സരത്തിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. ഇന്ന് ക്രിക്കറ്റിന്റെ എല്ലാ മത്സര രൂപങ്ങളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുമുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ ന്യൂ സൗത്ത് വെയിൽസിൻ ടീമിനു വേണ്ടി കളിക്കുന്ന സ്മിത്ത് IPL-ൽ രാജസ്ഥാൻ റോയൽസ് താരമാണ്. പൂനെ വാരിയേഴ്സ്, ഇന്ത്യ, കൊച്ചി ടസ്കേഴ്സ്, കേരള എന്നീ ടീമുകൾക്ക് വേണ്ടിയും സ്മിത്ത് കളിച്ചിട്ടുണ്ട്. പ്രശസ്തിക്കൊപ്പം ആവശ്യത്തിന് കുപ്രസിദ്ധി കൂടി ഇഴചേർന്ന് കിടക്കുന്നതാണ് സ്മിത്തിന്റെ കരിയർ. ടിപ്പിക്കൽ ഓസ്ട്രേലിയൻ അരഗൻസിന്റെ മറ്റൊരു പരിചിത മുഖം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 36 സെഞ്ചുറി നേടിക്കഴിഞ്ഞ സ്മിത്തിനെ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാന്റെ പിൻഗാമി എന്ന് വിളിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് 2018 പന്ത് ചുരണ്ടൽ വിവാദമാണ്. ക്യാപ്റ്റൻസി കളഞ്ഞുകുളിച്ച 12 മാസത്തെ വിലക്കേറ്റുവാങ്ങിയ കരിയറിലെ തീരാക്കളങ്കം. പക്ഷേ അതിൽ നിന്നുമുള്ള തിരിച്ചുവരവും അതിശയകരമായിരുന്നു. 2019 ആഷസ് പരമ്പരയിൽ ട്രോൾ വലയിട്ടതുപോലെ വാരിക്കൂട്ടിയത് 774 റൺസാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വിവാദത്തിന്റെ ചീത്തപ്പേരുമായി സിഡ്നി വിമാനത്താവളത്തിൽ വന്നിറങ്ങി കണ്ണീരണിഞ്ഞു നിന്ന സ്മിത്തിനെ തിരിച്ചുവരവിൽ ക്രിക്കറ്റ് ലോകം കാണുന്നത് ഒരു ഉന്മാദിയെപ്പോലെ സെഞ്ചുറികൾ ആഘോഷിക്കുന്ന ആഷസ് ഹീറോയാണ്. 2 വർഷത്തേക്ക് നേതൃപരമായ റോളുകളൊന്നും കൊടുക്കില്ല എന്നൊരു ശിക്ഷ കൂടി സ്മിത്തിന് വിധിച്ചിരുന്നു ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ആ ശിക്ഷയുടെ കാലയളവ് കഴിഞ്ഞതിനു പിന്നാലെ പാറ്റ് കമ്മിൻസിന് കീഴിൽ വൈസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടു. ആഷസിലെ റൺ മഴക്കാലത്തിന് പിന്നാലെ നീൽ വാഗ്നറെ പോലെയുള്ള ബൗളർമാർ സ്മിത്തിന്റെ സ്കോറിംഗ് ഏരിയകൾ സീൽ ചെയ്ത് ആ കുത്തൊഴുക്കിന് കുറുകെ തടയണ കെട്ടി. എന്നിട്ടും 2022-23 സീസണിൽ 13 ഇന്നിംഗ്സിനിടെ 5 ടെസ്റ്റ് സെഞ്ചുറികൾ വന്നു. ഇതോടെ ശതക്കണക്കിൽ ബ്രാഡ്മാൻ വരെ പിന്നിലായി. ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരുമെന്ന സ്മിത്തിന്റെ പ്രഖ്യാപനം 41 ടെസ്റ്റ് സെഞ്ചുറി എന്ന റിക്കി പോണ്ടിങ്ങിന്റെ ഓസ്ട്രേലിയൻ റെക്കോർഡിന് ഭീഷണിയായി നിലകൊള്ളുകയും ചെയ്യുന്നു. ബ്രാഡ്മാനു ശേഷം ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റ് ഇതിഹാസങ്ങളിൽ ഒരാൾ എന്ന് നിസ്സംശയം വിളിക്കാം സ്റ്റീവ് സ്മിത്തിനെ. എന്നാൽ 2010 അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കരിയർ തുടങ്ങുന്നതോ ഷെയ്ൻ വോണെ പോലെ 8ാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ലെഗ് സ്പിന്നർ എന്ന റോളിലായിരുന്നു. 5 വർഷത്തിനുള്ളിൽ ലോകത്തെ 1ാം നമ്പർ ടെസ്റ്റ് ബാറ്ററും ദേശീയ ടീമിന്റെ ക്യാപ്റ്റനുമായി. കോമ്പാക്ട് ടെക്നിക് എന്നതിലുപരി ഒരു ഓർക്കസ്ട്ര കണ്ടക്ടറെ പോലെ ആഡംബരപൂർണമായ അവയവ ചലനങ്ങളാൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നും സ്മിത്തിന്റെ ബാറ്റിംഗ്. 2 വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഇതെല്ലാം നിയന്ത്രിച്ച് ടെസ്റ്റ് ബാറ്റിംഗിന്റെ മൂലമന്ത്രം പഠിച്ചെടുക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ടും ക്രീസിന്റെ ആഴവും പരപ്പും പരമാവധി ചൂഷണം ചെയ്ത് ബൗളർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ശൈലിയിൽ തന്നെ തുടർന്നു. ഒപ്പം കോപ്പി ബുക്കിലെ ഏത് ഷോട്ടും കളിക്കാനാകുമെന്നും സ്മിത്ത് തെളിയിച്ചു. ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് അത്ര പഥ്യമല്ലാത്ത സ്പിൻ ബൗളിങ്ങിനെ നിസ്സാരമായി നേരിടാൻ അനായാസ പദചലനങ്ങൾ ഏറെ സഹായകരമായി. മൈക്കൽ ക്ലാർക്കിന്റെ അസാന്നിധ്യത്തിലാണ് ആദ്യമായി പകരക്കാരൻ ക്യാപ്റ്റനാകുന്നത്. 8 ടെസ്റ്റിൽ 6 സെഞ്ചുറികളാണ് അന്ന് 25ാം വയസ്സിൽ സ്മിത്ത് നേടിയത്. 2015 ആഷസിനു ശേഷം ക്ലാർക്ക് വിരമിച്ചതോടെ ക്യാപ്റ്റൻസി സ്മിത്തിന്റെ സ്വന്തമായി. പിൽക്കാലത്ത് 3 ഫോമാറ്റിലും ഓസ്ട്രേലിയയെ നയിച്ചു. പന്ത് ചുരണ്ടാൻ ഡേവിഡ് വാർണറും കാമറൂൺ ബ്രാൻകോഫിനെയും നിയോഗിച്ച് സ്വയം കുഴി തോണ്ടുന്നത് വരെ. ടെസ്റ്റ് മത്സരങ്ങൾ തന്നെയാണ് ഏതൊരു ബാറ്ററുടെയും മികവിന്റെ അളവുകോൽ. 36 വീതം സെഞ്ചുറികളുമായി സ്മിത്തും റൂട്ടും, 33 സെഞ്ചുറിയുമായി വില്യംസണും, 30 സെഞ്ചുറിയുമായി വിരാട് കോഹ്ലിയും ഇതിന് അടിവരയിടുന്നു. എന്നാൽ സ്മിത്തിന്റെ മേഖല ടെസ്റ്റ് ക്രിക്കറ്റ് മാത്രമായിരുന്നില്ല. ഓസ്ട്രേലിയയുടെ 2 ലോകകപ്പ് നേട്ടങ്ങളിൽ നെടുനായകത്വം വഹിച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ മായാമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2015-ലും 2023-ലും. 2015 ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോററായിരുന്നു. സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ നേടിയ സെഞ്ചുറിയും ഫൈനലിൽ ന്യൂസിലൻഡിനെതിരായ അപരാജിത അർദ്ധ സെഞ്ചുറിയും അടക്കം തുടരെ 5 മത്സരങ്ങളിലാണ് അന്ന് 50-നു മേലുള്ള സ്കോറുകൾ പിറന്നത്. എങ്കിലും ഏതു നട്ടുച്ചയും ഒരു സായന്തനത്തിന് വഴിമാറേണ്ടി വരും. ആധുനിക ക്രിക്കറ്റിലെ 4 മഹാപ്രതിഭകളുടെ കരിയറുകളിൽ നിഴലുകൾക്ക് നീളം വെച്ച് തുടങ്ങിയിരിക്കുന്നു. സ്മിത്തിന്റെ ഏകദിന വിരമിക്കൽ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനിയൊരു തിരിച്ചുവരവില്ല. ഓർമ്മകൾക്ക് മരണവുമില്ല.